എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധം വിജയിക്കുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ലോകത്തെ ഈ കൂട്ടായ്മയെ കൂടി വരവിനെ ഞാൻ കാണുന്നത്. ആദ്യം വേദിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാർക്കും വായനക്കാർക്കും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘാടകർ ആദ്യ പഠനവേദിയുടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ സ്വാഗത പ്രസംഗങ്ങളുടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കത് കൂടിക്കൊണ്ട് പല വിഭാഗങ്ങളിലായി ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന നിരവധി എഴുത്തുകാർ ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം കുറഞ്ഞ വർഷം ഇങ്ങനെ മറ്റധികം ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാരണങ്ങളാൽ പക്ഷേ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് അത് അല്പം കുറവാണെങ്കിലും ഇന്നത്തെ കാലത്ത് കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് സംസാരിക്കുക, അതേക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളത്. അല്ലാതെ മറ്റേതെങ്കിലും ഒരു ധ്വനിയോ മറ്റെന്തെങ്കിലും ഒരു ഇത് ഇല്ലാത്ത ഒരു തരത്തിലുള്ള യോഗങ്ങൾക്ക് അധികം ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് എളുപ്പം അറിയാം. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യർ തീർച്ചയായും വലിയ ആൾക്കൂട്ടത്തിൽ അങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. ആൾക്കൂട്ടം ഒരു വലിയ കാര്യമാണെന്ന് ഇത്തരം മേഖലയിലെങ്കിലും ആൾക്കൂട്ടത്തിൽ ഞാൻ തള്ളി പറയുകയല്ല. ആൾക്കൂട്ടം പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള സർഗാത്മകവും സാഹിത്യപരവും സാംസ്കാരികമായിട്ടുള്ള കൂട്ടായ്മകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം. എല്ലാ കാലത്തും അധികം ആൾക്കാർ കൂടിയിട്ടല്ല ചെയ്തിട്ടുള്ളത്. സാമൂഹിക സംഗമം അതല്ലെങ്കിൽ അതുപോലുള്ള വലിയ മ്യൂസിക്കൽ ബാൻഡിന്റെ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഗാനമേളയോ കഥാപ്രസവമോ ഉണ്ടാകുമ്പോൾ ഒരു പോപ്പുലർ കൾച്ചറിന്റെ അർത്ഥത്തല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസ് പലപ്പോഴും സാഹിത്യവും സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും അതിന്റെ വിവരങ്ങളും ഒക്കെ നടത്തുന്നത്. അത് കൾച്ചറൽ പോപ്പുലർ കൾച്ചറിന്റെ ഭാവുകത്തെ നിർണ്ണയിക്കുന്നുണ്ടെങ്കിലും പോപ്പുലർ കൾച്ചറിനകത്ത് വന്ന് പെടുന്ന ഒരു സംഗതിയായി ഒരു കാലത്തും അത്ര കാര്യമായി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പല രീതിയിൽ സൂക്ഷ്മമായും അല്ലാതെയും നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിവേചനങ്ങളെ, കീഴ്മേൽ പ്രശ്നങ്ങളെ, വലിപ്പച്ചെറുപ്പങ്ങളെയൊക്കെ ദൂരീകരിച്ച് നാം ജീവിക്കുന്ന ഇടത്തെ കുറച്ചുകൂടി ജനാധിപത്യപരവും നീതിപരവും ലിംഗനീതിപരവും സമത്വവും സാഹോദര്യവും ഒക്കെ ഉള്ള ഒരു ഇടമാക്കി മാറ്റാനായിട്ട്, അതായത് ഒരു വ്യക്തി മുതൽ ലോകം മുഴുവൻ എത്തിച്ചേരുന്ന ഒരു ഇടമുണ്ട്. ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, അങ്ങനെ ലോകം എന്ന് പറയുന്ന ലോകത്തുള്ള ഏതു തരം മനുഷ്യരുമായും ഞാൻ ഈ പറഞ്ഞ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഭാവത്വം നമ്മുടെ മുന്നിൽ നിർമ്മിച്ചെടുത്ത് ഏതു കാര്യത്തിലും ഈ ഉന്നതമായ ഒരു ഭാവകത്വം മുമ്പോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇടപെടാനും അഭിപ്രായം പറയാനും എഴുതാനും കലകൾ ആവിഷ്കരിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഒരു ഇന്നർ സെൽഫിന് അപ്പൊ ആദ്യ പഠനത്തിന്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ ഒക്കെ തന്നെ കൃത്യമായി ഒരു ഇന്ത്യയിലെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ഒരു പ്രത്യേക തരത്തില് എല്ലാ അർത്ഥത്തിലും സൈലൈൻ ചെയ്യപ്പെട്ടു പോയിട്ടുള്ള കീഴാണ്ടൻ എന്ന് പൊതുവെ പറയാറുള്ള സവാളൻ. നമ്മൾ ഇത്തരം പ്രയോഗങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ആ ഒരു വിഭാഗത്തെ കുറിച്ച് കുറിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ചില പദങ്ങളെ നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പല രീതിയിൽ ജാതീയമായിട്ട് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെടുക. അതിന്റെ ഭാഗമായി കലയും സംസ്കാരവും മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ താറുമാറായിട്ട് പോയിട്ടുള്ള, ചിത്രീകരിക്കപ്പെട്ടു പോയിട്ടുള്ള
ദളിതരെന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഒരുപക്ഷെ മുഖ്യമായും നമ്മളുടെ കലകളിലൂടെ നമ്മൾ ആവിഷ്കരിക്കാൻ സാധിക്കും. അത് പലപ്പോഴും സവർണർ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഇടം കൂടുതൽ സുരക്ഷിതമാകാനോ ഉറപ്പുവരുത്താനോ വേണ്ടി ചെയ്യുന്നത് പോലുള്ള ഒരു പ്രവൃത്തിയല്ല. മറിച്ച് ഈ നാട്ടിലെ നിലനിൽക്കുന്ന നീതിയിലും തുല്യതയിലും വിഭവങ്ങളുടെ വിതരണത്തിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു പങ്ക് കിട്ടാതെ പോകുന്നത് വഴി നൂറ്റാണ്ടുകളായി ഇകഴ്ത്തപ്പെട്ടുപോയ, അപകീർത്തിപ്പെട്ടുപോയ, തള്ളപ്പെട്ടുപോയ, ചിതറിക്കപ്പെട്ടുപോയ, അങ്ങനെ ഏതൊരു പദം എടുത്താലും അതിൻ്റെയൊക്കെ ഏറ്റവും അടിയിൽ വളരെ മോശമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വന്ന, അതായത് നൂറ്റാണ്ടുകളായി ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ ഒരു അപ്രൈസിങ്ങിന്റെ ഭാഗം, അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ കൂടിയിരുന്നത്. ഒരുപക്ഷെ പ്രഥമദൃഷ്ട്യാ ഇതിനെന്തെങ്കിലും പ്രസക്തിയൊന്നോ മറ്റോ പലർക്കും സംശയം തോന്നാൻ വേണ്ടിയിട്ടും നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവരാണ്. കാരണം സാംസ്കാരികമായ കലാപരമായ ഇടപെടലുകൾക്ക് എക്കാലവും അതിന്റെ പ്രാധാന്യമുണ്ട്. അത് ഒരുപക്ഷെ വലിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സാംസ്കാരികമായ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു ചൂടുണ്ട്. അതൊരു തനിമയില് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ചൂട് ഉറപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തനിമകളെ 90-ന് ശേഷം വീണ്ടെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടില് ഞാൻ കുറച്ചൊരു ചരിത്രത്തിലേക്ക് അങ്ങനെ ഒരുപാട്, ഞാനൊരു ചരിത്രകാരനൊന്നുമല്ല, സ്വാഭാവികമായി ഒരു എഴുത്തുകാരനായി വന്ന് കുറെയൊക്കെ എഴുതുന്നു. അതിന്റെ തുടർച്ചയായി സ്വാഭാവികമായി ജനങ്ങളോട് മറ്റു മനുഷ്യരോട് അഭിസംബോധന ചെയ്യേണ്ടി വന്ന ഒരാളാണ്. ഒരു കാലത്ത് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഒരിക്കലും ഞാനൊരു പ്രസംഗകനല്ല, ഇപ്പോഴും ഞാനല്ല. പക്ഷെ ഈ പറഞ്ഞ എന്നെ കേൾക്കാൻ, എന്നെ നോക്കിയിരിക്കുന്ന, എന്നെ കേൾക്കാൻ ചെവി കൊടുപ്പിക്കുന്ന മനുഷ്യരോട് ചില കാര്യങ്ങൾ പറയും. അതാണ് എന്റെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആ ഒരു നിങ്ങൾ എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ തോന്നുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു പ്രഭാഷകനെ അല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു കവിയുടേതായിട്ടുള്ള എല്ലാ എന്താ പറയാ പ്രശ്നങ്ങളും എന്റെ സംസാരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ചരിത്രപരമായ സാങ്കേതികമായ കഴിവുകൾ വന്നേക്കും. ഏത് കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും അങ്ങനത്തെ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചത്. കാരണം നമ്മൾ അങ്ങനെ കൃത്യമായി പഠിച്ച് കൃത്യമായി അങ്ങനെ ഒരു രീതിയിലല്ല ഞാനൊരു കാലത്തും സംസാരിച്ചിട്ടുള്ളത്. വിഷയങ്ങളെ നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി ഞാൻ വായിക്കാറുണ്ട്, അനലൈസ് ചെയ്യാറുണ്ട്. എന്റേതായ രീതിയിൽ അത് മറ്റുള്ളവർക്ക് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പങ്കുവെക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തിൽ ഈ നവോത്ഥാനം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഈ 19-ാം നൂറ്റാണ്ടിന്റെ ഒരു അന്ത്യപാദവും അല്ലെങ്കിൽ 20 മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ഒരു ആദ്യപാദം, ആ ഒരു കാലത്ത് വരുന്ന ഒരു റൗണ്ട് ചെയ്തെടുത്താൽ ഏകദേശം ഒരു 50 വർഷത്തെ ഒരു കാലത്ത് കേരളത്തിന്റെ അവസ്ഥയെ സാമൂഹികവും സാംസ്കാരികവും എല്ലാ മേഖലകളിലുമുള്ള വളരെ ജാഗ്രതമായിട്ടുള്ള മാനുഷിക വിരുദ്ധമായിട്ടുള്ള നിശംസതകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു സമൂഹത്തെ ഒരു പരിധിവരെയൊക്കെ മാറ്റിമറിക്കാനായിട്ട് എല്ലാ സാമൂഹിക വിഭാഗത്തിലെ ഉൽപ്രദർശനങ്ങളായ മനുഷ്യർ അവരുടേതായ രീതിയിൽ ജാതിക്കകത്തും ജാതിക്ക് പുറത്തും ജനാധിപത്യപരമായൊക്കെ ഒത്തിരി അടരുകളുള്ള ഒരു പ്രവർത്തനമാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫലമെന്ന നിലയ്ക്ക് കേവലമായിട്ടുള്ള ഫലങ്ങൾ ദളിത് സമൂഹത്തിനും കിട്ടി എങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഏജൻസി ഇല്ലാതെ പോയ ഒരു സമൂഹമാണ്. കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സബോർഡനായിട്ടുള്ള ദളിതരായിട്ടുള്ള ഈ സമൂഹത്തിന്റെ തനിമകൾ എല്ലാം ഒരു മോശം കാര്യമാണെന്നുള്ള ഒരു യുക്തിയിലാണ്, ഒരു റാഷണൽ യുക്തിക്കകത്താണ് ഈ നവോത്ഥാനത്തിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ പരിഷ്കരിച്ച് മാറ്റുക എന്നുള്ളത്. ആ പരിഷ്കരണം ഏറ്റവും അധികം ആവശ്യമായിരുന്നത് ദളിത് സമൂഹത്തിനാണെന്നുള്ളൊരു ചിന്ത പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ അക്കാലത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ജാതി സമൂഹങ്ങളായി ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരുടെ ഇടയിലും നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോഴത്തേക്ക് പിന്നോക്കമെന്നോ അല്ലെങ്കിൽ തികച്ചും പ്രാന്തമെന്നോ ഗോത്രപരമെന്നോ ഒക്കെ പറയാവുന്ന ചില ജീവിത രീതികൾ നമ്പൂതിരിമാർ തൊട്ട് എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും അങ്ങനെ പരിഷ്കരിക്കപ്പെടേണ്ടതല്ല, മറിച്ച് കീഴാടനായിട്ടുള്ള മനുഷ്യർ, ഈഴവത്തുള്ള മനുഷ്യരുടെ രീതികളാണ് കൂടുതൽ പരിഷ്കരിക്കപ്പെടേണ്ട എന്നൊരു പൊതുവിചാരം. ഞാൻ അത് മൊത്തത്തിൽ അങ്ങനെ പറയുന്നതല്ല, മറ്റൊരു പൊതു
വിചാരങ്ങളുണ്ട്, എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യപ്പെടേണ്ടവർ. ഞാൻ പറഞ്ഞൊരു സാമ്പത്തികമായ അപ്ലിഫ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് സാംസ്കാരികമായി ഒരു നവോത്ഥാനത്തിന് ഒരു സൊഫിസ്റ്റിക്കേഷന് വിധേയരാകേണ്ടത് ഈ കീഴാളരാണെന്ന് നമ്മളൊരു വിചാരമുണ്ട്. കാരണം നമ്മളിലേക്കാണ് എല്ലാവരും വന്നിട്ട് അത് ചെയ്യും, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. മറിച്ച് എല്ലാ ജാതി സമൂഹത്തിലും ഉണ്ടായിരുന്ന ഒരുപാട് പ്രാകൃത അവസ്ഥകളുണ്ട്, മനുഷ്യ വിരുദ്ധമായ അവസ്ഥകളുണ്ട്, സ്ത്രീ വിരുദ്ധമായ അവസ്ഥകൾ നമുക്കറിയാം. നമ്പൂതിരി സമൂഹത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, നായർ സമുദായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. ശരിക്കും പറയാം, ആന്തരികമായി അവര് പരമ്പരാഗതമായ അധികാരമുള്ളവരും സ്വത്തുള്ളവരും ഒക്കെ ആയിരിക്കുമ്പോഴും അവരുടെ ജാതി എന്ന നിലയ്ക്ക് ആ ജാതി സമൂഹത്തിനകത്ത് ഉണ്ടായിരുന്ന അത്രയും മോശം അനുഷ്ഠാനങ്ങളോ ജീവിത രീതികളൊന്നും ഈ കീഴാള സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ തരത്തിലുള്ള ഒരു സാമൂഹ്യമായി നിർമ്മിക്കപ്പെട്ട പിന്നോക്കാവസ്ഥ പോലെ അവരനുഭവിക്കേണ്ടി വന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് വിഭവ അധികാരവും അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പിന്നോക്കാവസ്ഥ. ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസവും സ്വാഭാവികമായി നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ വഴി നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു പരിധി വരെ നവോത്ഥാനം നമുക്ക് നേടിത്തരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വേറൊരു കാര്യം കൂടി സംഭവിച്ചുകൊണ്ടായിരിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വതസിദ്ധമായിട്ട് ഈ സമൂഹങ്ങൾക്ക്, സമൂഹങ്ങൾക്ക്, ആദിവാസി സമൂഹങ്ങൾക്ക്, ദളിത് സമൂഹങ്ങൾക്ക്, അല്ലെങ്കിൽ കേരളത്തെ കുറിച്ച് മാത്രം പറയുന്നത് കേരളത്തിൽ വിവിധ കീഴാള ജാതികൾ അവരുടെ ഉപജീവനത്തിന്റെ മാർഗമായിട്ടോ അവരുടെ സ്വയം സന്തോഷത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ട് അവർക്കുണ്ടായിരുന്ന ചില കൈത്തൊഴിലുകൾ, ചില തനിമകൾ, അങ്ങനെയൊക്കെ പലതിലും ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ആണ് നമ്മൾ ആധുനികരായി മാറേണ്ടത്. കാരണം ചുറ്റി പറഞ്ഞാൽ ആധുനികവൽക്കരണത്തിന്റെ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള ഒരു വളരെ വിശാലമായ ഒരു ആധുനികവൽക്കരണം അല്ല നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഈ എന്താ പറയുക ഈ നവോത്ഥാനത്തിന്റെ ഭാഗമായി നടക്കുന്നത്. ഒന്നിനെ നമുക്കൊരു സാനിറ്റൈസേഷൻ എന്ന് പറയാം, കുറച്ചുകൂടെ പച്ചക്ക് പറഞ്ഞാൽ അതൊരു നായരൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു വശത്തെന്ന് പറയുന്നത് യൂറോപ്യനൈസേഷനാണ്. എങ്ങനെയെങ്കിലും യൂറോപ്യനായി മാറിക്കൊണ്ട് വസ്ത്രധാരണ രീതിയിലേക്ക് മാറിക്കൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ടൊക്കെ നമ്മൾ ആ രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ട് പ്രവർത്തനം. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ സാൻസിറ്റൈസേഷൻ അല്ല നായറൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ഹിന്ദുവായി മാറിയിട്ടുള്ളൂ. ഈ രണ്ട് മാറ്റങ്ങൾക്കകത്ത് നമ്മൾ സംഭവിക്കുന്നത് നമ്മളെങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ ഈ നവോത്ഥാനത്തിന്റെ ഈ സമൂഹത്തെ വികസിപ്പിക്കുന്നതിന്റെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാനുള്ള മിഷണറി വർക്കുകളൊപ്പം തന്നെ നമുക്കും തോന്നിയിട്ടുണ്ട് ഇതെല്ലാം കളഞ്ഞ്. അതായത് നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ പുറത്തു പറഞ്ഞത് നമുക്ക് തന്നെ അപമാനം. നമ്മുടെ അമ്മ അച്ഛനൊക്കെ പറയുന്ന ഭാഷ അവരെ കൊണ്ട് ഉണ്ടാതിരിപ്പിക്കത്തക്ക വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മാതൃകാവൽക്കരിക്കാനായിട്ട് നമുക്ക് കഴിയും. കാരണം നമ്മുടെ തൊട്ടു മുമ്പുള്ള തലമുറ യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള തലമുറയെ മിണ്ടിക്കില്ല. കാരണം ഒരു ഭാഷ പറയാണ്ടിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അതൊരു സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഭാഷയാണ്. ആ ഭാഷയിലെ പദങ്ങളുടെ ഇമേജറികളുമാണ് അല്ലെ. അപ്പൊ ഏത് പദം എടുത്താലും നമുക്കറിയാം അത് എന്തുമാത്രം പദങ്ങളാണ്, പദങ്ങളോടൊപ്പം എന്തുമാത്രം തനിമകളാണ്, ജീവിത രീതിയാണ്, സംസ്കാരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കൈവശം വെച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും മൗലിക അവകാശങ്ങളും ഒക്കെ നമുക്ക് നേടാമായിരുന്നു. മിക്കവാറും മിക്കവാറും സാമൂഹ്യ ജീവിതത്തിലെ മനുഷ്യര് അല്ലെങ്കിൽ സവർണരായിട്ടുള്ള ജാതികൾ അവരുടേതായിട്ടുള്ള മൂല്യങ്ങളൊക്കെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെയാണ് അവര് ഈ വികസനത്തിൽ അല്ലെങ്കിൽ അവരൊരു പുരോഗമന ജീവിതത്തിലേക്ക് അവരെത്തുന്നത്. അതല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ ആധുനിക ജീവിതത്തിന്റെ ഭാഗമാക്കി പരിവർത്തനം ചെയ്യാനായിട്ട് അവർക്ക് പറ്റുമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലാണ്. ഒരാളെ പെട്ടെന്ന് ഒരു പുരോഗമനകാരിയാകാൻ, പുരോഗമന മനുഷ്യനാകാനായിട്ട് നമ്മൾ ആരും നിർബന്ധിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായി നമുക്ക് മാത്രം സ്വായത്തമായിരുന്ന തനിമകളെ, കലകളെ, സംസ്കാരത്തെ, എഴുത്തിനെ, പദങ്ങളെ, വാക്കുകളെ, സർവോപരി സംസ്കാരത്തെ എന്തോ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് രീതിയിൽ നമ്മൾ മറച്ചു പിടിക്കുകയോ എണ്ണപ്പെടുകയോ ചെയ്തു എന്നുള്ളതൊരു വലിയ എന്താ പറയുക സ്വയം വിമർശനപരമായി നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. ഇതിനൊരു തടസ്സം ഉണ്ടാകുന്നത് പറയുന്നത് ഈ പറഞ്ഞ 90-ക്ക് ശേഷമായി വളരെ സ്വതന്ത്രമായി ദളിത് സമൂഹത്തില്
ഉണ്ടായ വിവിധ മേഖലകളിൽ ഉണ്ടായി വന്ന മറ്റൊരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭാവത്വമാണ്. അതിനെ നമ്മൾ ദളിത് ഡിസ്കോഴ്സ് എന്നോ ദളിത് ബോധ്യമെന്നോ അങ്ങനെയൊക്കെ അതിനെ നമ്മൾ പലപ്പോഴും വീണ്ടെടുക്കപ്പെട്ട അയ്യങ്കാളിയിലേക്കും വീണ്ടെടുക്കപ്പെട്ട പൊയ്യൽ അപ്പച്ചനിലേക്കും ദേശീയ തലത്തിൽ അംബേദ്കറിലേക്കും അന്തർദേശീയ തലത്തിൽ പോലും പലതരത്തിലുള്ള ബ്ലാക്ക് ഫിലോസഫേഴ്സിലേക്കും ഫെമിനിസ്റ്റ് ഫിലോസഫേഴ്സിലേക്കും നമ്മൾ അതിന്റെ ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. ലോകവ്യാപകമായി 80-കൾക്ക് ശേഷവും 90-ക്ക് ശേഷം പ്രത്യേകിച്ചും പലയിടങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ അതാത് സ്ഥലത്തെ ഹെജമണിക്കായിട്ടുള്ള മൂല്യങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്തുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും തനിമേൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു 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 വിപ്ലവം എന്ന് പറയാവുന്ന ഒരു അപ്രൈസിങ് ഒരു അൺറിസ്റ്റ് ഉണ്ടാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ നമ്മുടെ ചൂടുകളെ സമാന്തരമായ മനുഷ്യരുടെ ചൂടുകളെ കുറച്ചുകൂടെ നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉറപ്പിക്കാനായിട്ട് നമ്മുടെ നിലത്ത് ഉറപ്പിച്ചു നിർത്താനായിട്ട് മറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഈ വേറൊരു തരത്തിലുള്ളൊരു സംഗതിയാണ്. മറ്റാരുടെയും കുപ്പായം ഇട്ട് മറ്റാരുടെയും ഭാവത്തിനകത്ത് നമുക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ചെസ് കളിക്കുമ്പോഴത്തേക്ക് പുറത്ത് നിന്ന് കളി പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് നമ്മുടെ ഒന്നും അറിയത്തില്ല. അങ്ങനെ നോക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റാതായിപ്പോയി. അതിന് നമ്മള് എക്കണോമിക്സിലേക്കാണ് ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് പറയാം. കാരണം മറ്റൊരാളുടെ ജീവിതം അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന സാംസ്കാരികമായും എല്ലാ അർത്ഥത്തിലും ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യരുടെ അവസ്ഥയാണ്. തന്റെ റൂട്ട്സുകൾ, തന്റെ വേരുകൾ, തന്റെ തനിമ, ഉണ്മ എല്ലാം നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചിതറിക്കപ്പെട്ടവര് എന്നുള്ള അർത്ഥത്തെ നമ്മൾ എന്താ പറയാ 90-ക്ക് ശേഷം മനസ്സിലാക്കുന്നത്. അതല്ലാതെ മനുഷ്യനെ ഭൗതികമായി ഏതായാലും കോളനിയിൽ താമസിപ്പിച്ചു എന്ന അർത്ഥത്തിലല്ല നമ്മൾ അത് വേണം, അതവിടെ ഉണ്ട്, അത് ഭൗതികമായി പ്രകടമായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ചിതറിക്കപ്പെടുന്നത് സാംസ്കാരികമായിട്ട് ഭാവതത്വപരമായിട്ടൊക്കെ ചിതറിക്കപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വീണ്ടെടുക്കാൻ പറ്റുന്നതിന് നിലവിലുണ്ടായിരുന്ന വളരെ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഹിന്ദുവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കൊണ്ട് നമുക്കത് സാധിക്കില്ല. പിന്നീട് ഇവിടെ എത്തുന്ന ഇടതുപക്ഷ ചിന്താഗതി കൊണ്ട് അതിന് ഒരു മോഡേണിറ്റിയുടെ ഒരു മുഖ്യമായ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു മോഡൽ ഇടതുപക്ഷ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ക്ലാസ് അനാലിസിസ് ആക്കുക. ഈ സാധനങ്ങൾക്കൊന്നും ഇപ്പൊ ഗാന്ധിയുടെ ടെർമിനോളജിക്കോ മാർക്സിന്റെ ക്ലാസ് അനാലിസിനോ ഒന്നും കണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അനുഭവ അവസ്ഥകൾ പ്രശ്നങ്ങളുള്ള ഒരു സാമൂഹ്യ വിഭാഗമായിരുന്നു നമ്മളുള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നം സാമൂഹ്യമായി നിൽക്കുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ നേരിട്ടുള്ള നമ്മുടെ കലയിലും സാഹിത്യത്തിലും കവിതയിലും ഒക്കെ വളരെ കൃത്യമായി നിഴലിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗതിയെ നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുത്തത്? വീണ്ടെടുത്തെന്ന് പറയുന്നത് പ്രോസസ്സാണ് ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുഖ്യമായും പല കാരണങ്ങളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അയ്യങ്കാളിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ജീവിതവും ഒക്കെ നമ്മൾ എടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. കാരണം കേരളത്തിന്റെ മുഖ്യധാരയില് വളരെ പ്രകടമായിട്ടാണ് അദ്ദേഹത്തിന്റെ മാനുഷിക അവകാശ പ്രവർത്തനങ്ങൾ, മൗലിക അവകാശ പ്രവർത്തനങ്ങൾ, ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടത്തിയത്. സമരത്തിലുള്ള തുറന്ന സമരത്തിലൂടെയാണ് നടത്തിയത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സ്കൂൾ പ്രദേശത്തുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള കല്ലുമാല പോലുള്ള സമരം, ഇതൊക്കെ നടത്തിയത് വളരെ പ്രകടമായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം എഴുതപ്പെട്ടിട്ടുള്ള പല ചരിത്രത്തിലും അങ്ങനെ ഒരാളെ കുറിച്ച് പോലും പരാമർശമില്ല. അതേ സമരത്തിന്റെ ഒരു വിശദമായ പഠനം എന്നല്ല, അങ്ങനെ ഒന്ന് കേരള ചരിത്രത്തിൽ സംഭവിച്ചതായിട്ട് തന്നെ അതൊന്നും ഒരു കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി തോന്നാത്ത തരത്തിലുള്ള ഒരു ഭാഗത്വം. അപ്പൊ കേരള സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും കഥകളിത്തലയും ചുണ്ടമണ്ണവും ഒക്കെയാണ്. കാരണം അത് എത്ര കുറഞ്ഞ ഒരു റെപ്രസെന്റേഷനാണ് അതിനുള്ളത്. അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് അത് കേരളത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നത്? ഒരു ലോക മലയാളം മുമ്പോട്ട് വെച്ച ലോക സാഹിത്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എം ടി വാസുദേവനാരുടെ പേര് എന്തുകൊണ്ടാണ് വരുന്നത്? തന്റെ ജാതീയ സമൂഹത്തിനകത്തുള്ള കാര്യങ്ങളും കഥകളും അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, എനിക്ക് ഇഷ്ടമുള്ള എഴുത്തുകാരാണ്, എനിക്ക് അതിനകത്ത് സംശയമില്ല, പ്രതിഭാതനായ എഴുത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന ചില കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് കേരളത്തിന് മൊത്തം ബാധകമായ ഒരു സംഗതിയായി ഒരു ഡെമോക്രാറ്റിക് അല്ലാതെ വന്ന് അവിടെ കയറി ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പോകുന്നേയില്ല, മറ്റാർക്കും വരാൻ പറ്റാത്ത സ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ മലയാള സിനിമ എടുത്തു കഴിഞ്ഞാല് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു
മേഖലയിലേക്ക് വന്നാൽ നമുക്ക് ഭാരതനും പത്മരാജനുമാണ് ഇപ്പോഴും അവരെയാണ് നമ്മൾ അവിടെ അവലോകിക്കുന്നത്. അതിന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള ഒരു സിനിമകളിൽ നമ്മൾ ഏത് കാര്യം എടുത്താലും ഇതേ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഫോക്ക് കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു രീതിയിലുള്ള നാടൻ പാട്ട് അത് ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു വേദിയിൽ നിങ്ങൾ പോയി നോക്കുക. ഒരു നാടൻ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഈ ആങ്കർ നോക്കും ഈ നാടൻ പാട്ട് പാടാൻ പറ്റിയ ആരെങ്കിലും ഇരിക്കുന്നു മറ്റൊരാൾ നമ്മളൊരു നോട്ടൊക്കെ നമുക്ക് തോന്നുന്നതായിരിക്കും. ഇങ്ങനൊരു ഇതെന്തൊരു മോശം ഭാവത്വമാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കല്ല വേടന്റെ കേസിലാണ് വേടന്റെ ഭാഗത്തുള്ള പലതരത്തിലുള്ള ഇതിനോട് യോജിക്കാം. പക്ഷെ വേടൻ ഇവിടുത്തെ ഒരു ജനാധിപത്യരായത് ഒരു റാപ്പറാണ്. നമുക്ക് റാപ്പിനോട് അവരുടെ കറുപ്പിനോട് പ്രശ്നം ബ്ലാക്കായ മനുഷ്യർ അവരുടെ കൾച്ചറിനോട് നമുക്ക് ടോട്ടലി പ്രശ്നമാണ്. അത് കേരളത്തിലെ സവർണർക്കും വെളുത്തവർക്കും മാത്രമല്ല കേരളീയത്തിലുള്ള ദലിതർക്കും പോലും പ്രശ്നമാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ സവർണ ബോധമാണ്. ഞാൻ പറഞ്ഞ പോലെ തനിമകളിലേക്ക് ഉപേക്ഷിച്ച് മെല്ലെ മെല്ലെ ഇൻജെക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നമുക്ക് വേണ്ടിയുള്ളത് അയ്യങ്കാളെയും ഉയരച്ചനെ പോലുള്ള തനിമകളിൽ വിശ്വസിച്ച മനുഷ്യരാണ്. നമുക്ക് കേശവൻ ശാസ്ത്രികളെ പോലുള്ള മനുഷ്യരെ അറിയുന്നില്ല നമുക്ക് വേണ്ടി. പക്ഷെ എന്തുകൊണ്ടോ കേശവൻ ശാസ്ത്രികളെ പോലെ സാൻസ്ക്രിറ്റിക് ചെയ്ത ഭാവൃത്വം ഉള്ളിലേക്ക് എടുത്ത മനുഷ്യരാണ് ദളിതരുടെ കൂടുതൽ ഉള്ളത്. കാരണം അതിനൊക്കെ വലിയ മാറ്റം ഉണ്ടാകുന്നത് ഈ 90-ക്ക് ശേഷമുള്ള മറ്റൊരു ആശയ സംവിധാനങ്ങളുടെ മറ്റൊരു സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള ബോധ്യങ്ങളുടെ അറിവുകളുടെ ജ്ഞാനത്തിന്റെ ഒരു വരവോടുകൂടി നമുക്കത് 2-3 മേഖലകളിലേക്ക് അത് പഠിച്ച വിഷയമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിച്ചു മീൻകാട്ടിയുടെ കാര്യം. ഈ ഒരു 3.5-4 പതിറ്റാണ്ട് കാലം അയ്യങ്കാളി എവിടെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു നമുക്ക് ആർക്കും അറിയില്ല. അതേപോലൊപ്പം പ്രൊഫസർക്ക് എങ്ങനെ ഒരാളോടൊന്നറിയാം. അത് അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരാരും അറിയാറില്ല. 1979 PHP ചന്ദാരശ്ശേരി അങ്ങനെ ഒരു പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അയ്യങ്കാളി വിസ്മൃതനായി പോയി. ഇത് അദ്ദേഹത്തെ വീണ്ടെടുക്കാൻ വലിയ പാടാണ്. അതുപോലെ തന്നെയാണ് 90-ക്ക് ശേഷം പലതരത്തിലുള്ള മനുഷ്യരുടെ ഇടപെടലോട് കൂടിയിട്ട് റിയലപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം PRDS ഒരു സംവിധാനം ഒരു സഭ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും അതിന്റെ ഫോളോവേഴ്സ് അതിനൊപ്പം ഉണ്ടായിരുന്നതാണ്. കാരണം അതൊരു സ്പിരിച്വൽ ഗ്രൂപ്പായിട്ടോ അത് നിലനിന്നതുകൊണ്ട് അതങ്ങനെ നിലനിന്നു പോകരുത്. അതല്ലായിരുന്നെങ്കിൽ ഇതേ അവസ്ഥ തന്നെ ഉണ്ടായത്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാല് അത് എന്നിട്ടും ഒരു പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള മൂല്യങ്ങളെ പരിവർത്തനം ചെയ്യാനായിട്ട് അതിനും കഴിയുന്നില്ല. പക്ഷെ 90-കളിലാണ് ഈ പറഞ്ഞ പോലെ വെച്ച് മാധവരാജ് അദ്ദേഹം സ്വാമി മാഷ് EB അനിൽ തുടങ്ങിയവരൊക്കെ ആധുനിക കേരളത്തിന്റെ ഒരു ഭാവുകത്വത്തിലേക്ക് അപ്പച്ചന്റെ സത്തയെ കലർത്തി അതിനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും അതിനെ നീതിവൽക്കരിക്കാനും എല്ലാ തരത്തിലുള്ള സമത്വവും തുല്യതയുമുള്ള മൂല്യങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിലവിലുള്ള വ്യവസ്ഥയെ കുറെ കൂടെ ബെറ്റർ ആക്കാനുള്ള ചില ഏജന്റുകളായി ചില ജ്ഞാനപരമായ അറിവുകളായി ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ഈ സംഗതിയെ മാറ്റിയെടുക്കുകയും ചെയ്തു. പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞെന്ന് ഞാൻ പറയുന്നു. പക്ഷെ ഓൾറെഡി ഉണ്ടായിരുന്ന മുഖ്യധാരയിലെ വിധ്വംസകളെ പറ്റുന്ന വിധത്തില് ലഘൂകരിക്കാനായിട്ട് ഈ ഇത്തരം കടന്നുവരവില് പുതിയ രീതിയിൽ 90-ക്ക് ശേഷമുള്ള ഈ വായനകൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ 90-കളിലാണ് യഥാർത്ഥത്തിൽ ഈ അംബേദ്കർ ചിന്ത. കാരണം അതിനു മുമ്പെന്ന് പറയുന്നത് ദളിതരുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും ഏറെക്കുറെ വിദ്യാസമ്പന്നരായ മനുഷ്യർക്ക് മാത്രമായിരുന്നു. ആരായിരുന്നു അംബേദ്കർ? അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥയെ വിശകലനം ചെയ്തത് മനസ്സിലാക്കിയത്? ഗാന്ധി വളരെ സർവ്വയാപിയായിരുന്നു. ഗാന്ധിയൻ മൂല്യങ്ങളൊക്കെ വളരെ സർവ്വയാപിയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ ഇപ്പം എന്റെ പ്രായമുള്ളവർക്ക് അറിയാം. 9-ലും 10-ലും നമ്മൾ അംബേദ്കറുടെ ഒരു ജീവചരിത്രം ഉപപാഠ പുസ്തകമായി പഠിച്ചിട്ടുണ്ട്. ആരെങ്കിലും പഠിച്ചിട്ടുള്ളവരുണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ പഠിക്കപ്പെട്ടിട്ട് പോലും അദ്ദേഹം നമ്മളുടെ ഒന്നും ചിന്തയിലോ നമ്മുടെ ഭാവത്തിലോ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ 90-കളില് അന്തർദേശീയമായും ദേശീയമായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ കൂടി ഭാഗമായി ഈ അംബേദ്കർ രചനകൾ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇതര ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ഇതൊരു വലിയ കാരണം വളരെ സ്വതന്ത്രമായ ഒരു ചിന്ത. ഈ ഇടതുപക്ഷ സവർണ ബുദ്ധിജീവികളുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പോയി ഇരുന്ന് അതിന് അങ്ങനെ പോകാതെ സ്വന്തം നിലയിൽ വീട്ടിൽ നിന്നിട്ട് പുസ്തകമൊക്കെ വായിച്ചു പഠിക്കാൻ തുടങ്ങുന്ന ദളിതരാണ് യഥാർത്ഥത്തിൽ. കാരണം സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങളെ സമൂഹത്തെ പഠിച്ച മനുഷ്യൻ. അപ്പൊ അതിലവിടെ അംബേദ്കറും വെയിലപ്പച്ചനും
ഹൈലിംഗാണെങ്കിലും പാമ്പാടി കോൺഗ്രസും പലതരത്തിലുള്ള പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വിപദശനങ്ങളായ മനുഷ്യരുടെ ചിന്തകരുടെ സാമൂഹ്യ ചിന്തകരുടെ ഇടപെടലുകൾ അവരുടെ എഴുത്തുകൾ ഗുണം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ രൂപപ്പെട്ട അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ രൂപപ്പെട്ട ഒരു ഭാവത്വമാണ് ഏറെയും കുറഞ്ഞും അളവിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ ഭാവതത്വത്തില് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിന് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മുഖ്യധാര ഭാവതത്വത്തെ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഏജന്റായി നമ്മുടെ ഈ ജ്ഞാനപരമായിട്ടുള്ള ഇടപെടലുകൾ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ തുച്ഛമെന്നോ ഇളയതെന്നോ പറയാവുന്ന പ്രവർത്തനങ്ങളാണ് എന്നെപ്പോലുള്ള എഴുത്തുകാര് നിങ്ങളെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകര് ഇത്തരം ചില കാര്യങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല പൊതുവെ ആൾക്കാർ മുഖ്യധാര കാര്യങ്ങൾ മനസ്സിലാക്കാത്ത മനുഷ്യർ ചുമ്മാ അതും ഇതും പറയുന്നത് കേട്ടത് നമ്മളറിയാം കാര്യമില്ല. ആ പലരും പറയും നമ്മള് എന്നെയൊക്കെ ഫേസ്ബുക്കിൽ നമ്മൾ ഭയങ്കര ജാതിവാദിയാണ് അങ്ങനത്തെ വാദികൾ പറയാം. നമ്മൾ സാമൂഹ്യ നീതിക്കും ഒക്കെ വേണ്ടിയാണ് വർത്താനം പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് നിലവിലുള്ള റിസോഴ്സിനകത്ത് സാമൂഹ്യമായ റിസോഴ്സിനകത്ത് കൾച്ചറലായിട്ടുള്ള സ്പേസിനിടയിലൊക്കെ ഒരു എനിക്ക് തുല്യമായ ഒരു പങ്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം. അതിനുവേണ്ടി നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു പദ്ധതി മുമ്പോട്ട് വെക്കുന്നു, ഒരു ഇന്റർഫേസ് മുമ്പോട്ട് വെക്കുന്നു. നമ്മൾ അവരെ എന്താ പറയാ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, അഡ്രസ് ചെയ്യുന്നത്. അധികാരത്തിലിരിക്കുന്ന നിങ്ങൾ അധികാരത്തിനകത്തേക്ക് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തും, അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. നിങ്ങൾ തരേണ്ടതല്ല ഈ പങ്കാളിത്തം എന്ന് പറയുന്നത്. മറിച്ച് അത് ഭരണഘടനാപരമായി ഉറപ്പിക്കപ്പെട്ടതാണ്. അത് തരിക എന്നുള്ളത് നിങ്ങളുടെ ഒരു ജനറോസിറ്റിയുടെ ഭാഗമല്ല, അതൊരു സാംസ്കാരിക ബോധത്തിന്റെ ഭാഗമായി കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നതാണ്. അത് കവിതയിലായാലും അധികാരത്തിലായാലും കലയിലായാലും എല്ലായിടത്തും ഈ സംഗതി നിലനിൽക്കുന്നുണ്ട്. അതിന് മാറ്റം വരേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ ഓരോരുത്തരും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പരിപാടികളിൽ കുറെ നേരം കൂടിയൊക്കെ പങ്കെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഇത്രയും കാര്യം പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഗാന്ധിക പഠനവേദി ഇത്തരം ഒരു എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിക്കുകയും അതൊരു അംഗീകാരമായി തന്നെ ഞാൻ കരുതുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വിളിക്കപ്പെടുക എന്നുള്ളത്. അംഗീകാരം തന്നെയാണ്. അതിൽ വരുന്ന സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയും ഇതിൻ്റെ പഠനവേദിക്ക് തുടർന്ന് ധാരാളം പരിപാടികൾ നടത്താനും എല്ലാ രീതിയിലും ഇത് ഒരു വികാസം പ്രാപിച്ച് കേരളത്തിലെ മുഖ്യധാര ഭാവത്തെ സാരമായി പരിഷ്കരിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെവിടെയും നിർവാഹത്തോടുകൂടി ഈ യോഗം വായനക്കാരനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക